നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടതും കേട്ടതും ഒക്കെ വെച്ച് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാ. അവിടെ പോയി താമസിച്ച് ചികിത്സ ചെയ്യണമെന്നുള്ളത് മാത്രമാ ചെറിയൊരു തടസ്സം. മോളെ, രാജീവ് സാറിന്റെ കൂടെ വിടട്ടെ നിന്നെ? എന്റെ കൂടെ വരാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചികിത്സയ്ക്ക് പോണമെന്നില്ല. മോളെ, അത് ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം ആ മനുഷ്യൻ ഒറ്റ ഒരാളാ. അയാളെയും കുട്ടി അങ്ങോട്ട് അയക്കാനാണെങ്കിൽ ഞാൻ അവിടെ പോകുന്നില്ല അമ്മേ. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് നീ. അമ്മ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. കഴുത്തി താലി കിട്ടിയ ഭർത്താവാണ്, കാണപ്പെട്ട ദൈവമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ ഒരാളെ കൂടെ ഉണ്ടാവും. ഇതൊക്കെയല്ലേ നിങ്ങളൊക്കെ പറയുന്ന പോലെ എന്റെ ജീവിതം ഞാൻ തന്നെ തെരഞ്ഞെടുത്തേ. അതിലെ പാകപ്പിഴകൾ ഉണ്ടായി സഹിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ. അത് തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നശിച്ച പ്രേമത്തിനും കല്യാണത്തിനും മുമ്പ് മനസ്സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാ ഞാൻ. അത്ര വലിയ ബന്ധത്തിനൊന്നും യോഗ്യതയില്ലാന്നും മനസ്സിലാക്കി പലവട്ടം ഒഴിഞ്ഞു മാറാൻ നോക്കിയതുവാ ഞാൻ. എന്നിട്ടും അയാള് വിട്ടോ? വഴക്കും ബഹളവും ഇല്ലാത്ത ഒരു ദിവസവും ഇല്ല. ആദ്യമൊക്കെ ഞാൻ കരുതിയത് അയാളുടെ അമ്മയും അമ്മാവനും പ്രശ്നത്തിനൊക്കെ കാരണം എന്നാ. അവരൊഴിഞ്ഞു പോയപ്പോ അയാള് തുടങ്ങി പുതിയ പ്രശ്നങ്ങള്. ആ അമ്മയുടെ മകനല്ലേ, എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും അയാൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ. മോളെ, നീ ഇങ്ങനെയൊന്നും പറയാതെ. ഇത്രയും കാലം ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം അമ്മയെ പറയുന്നേ. അമ്മയും കൂടെ സാക്ഷിയാണല്ലോ പലതിനും. ഒരു താലി കെട്ടാൻ തല കുനിച്ചു കൊടുത്തു. അത് മാത്രമാ ഞാൻ ചെയ്ത തെറ്റ്. പക്ഷേ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ദുരിതം ചുമക്കാൻ ശാരിയെ കിട്ടില്ല അമ്മേ. അതുകൊണ്ട് തന്നെയാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കാഴ്ചയില്ലാത്ത കണ്ണുകളാ, അധികം കരയിപ്പിക്കരുത്. മോളെ വേണ്ട, വല്യേച്ചി തൊടണ്ട. മോളെ, ഞാനൊരു അഭിപ്രായം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നിന്നെ ഇത്രയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നു കളഞ്ഞേക്ക്. അങ്ങനെ അമ്മ ചോദിച്ചിട്ടേ ഇല്ല. കാഴ്ച പോയത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം അമ്മേ. ഇനിയൊരു വട്ടം കൂടി ആ മുഖം എനിക്ക് നേരിൽ കാണണ്ടല്ലോ. കാഴ്ച കിട്ടുമ്പോ ആ മുഖം നേരി കാണുന്നെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടുകയും വേണ്ട. ശാരിക്ക് മുമ്പുണ്ടായിരുന്ന ആ ചെറിയ ലോകം തന്നെ മതി. അയ്യോ വല്യേച്ചി, ഇങ്ങോട്ട് തുടരുത് തന്നെ. വല്യേച്ചി, കണ്ണു പോയെങ്കിലും ആരുടെ സഹായം ഇല്ലാതെ ജീവിക്കണമല്ലോ. ദേ, ആരും എന്റെ പിന്നാലെ വരരുത്. അയ്യോ അമ്മേ, വേണ്ട, ആരും വരണ്ട. രാജിയോട് പറയാം ഇവിടെ വന്ന് നിനക്ക് കൂട്ടുകിടക്കാൻ. രാജിയമ്മയുടെ അടുത്ത് ചികിത്സിക്കാൻ അവളെ ഞാൻ തന്നെ കൊണ്ടുപോവാം. എന്നാ നീ ധരിച്ചു വെച്ചതുപോലല്ല. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിയിട്ട് ഡോക്ടർമാരും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരും വട്ടമിട്ട് നിന്ന ഓരോന്ന് ചോദിക്കുന്നത്. അതും കുത്തി ചെകഞ്ഞ് ചോദിക്കും. അതിനിടെ നമ്മൾ മനസ്സിൽ അടക്കി വെച്ച കാര്യങ്ങൾ പോലും അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അതൊക്കെ എനിക്കറിയാം.
നമ്മൾ സംസാരിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു അറിയാം. പക്ഷെ അതൊന്നും ശരിയല്ലെന്നും മനസ്സിന്റെ വിഭ്രാന്തികളാണെന്ന് വാദിച്ചൂടെന്നാ ഞാൻ ചോദിക്കുന്നേ. ഉം. കോടതി ഇങ്ങനത്തെ കേസ് വെറുതെ വിട്ട ചരിത്രമുണ്ട്. നീ പറയുന്നത് ശരിയാ കുഞ്ഞെ. പക്ഷേ നാർക്കോ അനാലിസിസ് നടക്കുന്ന ചോദ്യം ചെയ്യലിനിടെ അവർക്ക് നിന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ വീണ് കിട്ടും. ഉദാഹരണമായിട്ട് കോമയിൽ കിടക്കുന്ന ആ പെങ്കൊച്ചുണ്ടല്ലോ, അതിന്റെ പേരെന്താ? പ്രീതി. ആ, പ്രീതി. അവള് പാറക്കെട്ടിൽ തലയിടിച്ച് വീണ് കഴിഞ്ഞിട്ട് നീ അവളുടെ തല പലതവണ കല്ലിൽ ഇടിച്ചു എന്ന് പറഞ്ഞില്ലേ? അതെ. അക്കാര്യം നിനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ബോധം പോയതുകൊണ്ട് ആ പെണ്ണിന് പോലും അതറിയാൻ വഴിയില്ല. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പോലും അത് അറിയില്ലായിരുന്നു. ശരിയല്ലേ? ചിറ്റപ്പനോടൊന്നും മറച്ചു വെക്കണ്ടെന്ന് കരുതിയാ ഞാൻ. സമ്മതിച്ചു, നല്ലതന്നെ. പക്ഷേ ഇക്കാര്യം നാർക്കോ അനാലിസിസിൽ നീ പറഞ്ഞു പോയാലോ? അപ്പോ അത് വെച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങും പോലീസ്. പാറക്കെട്ടിൽ തലയിടിച്ച് വീണതിന് ശേഷം പ്രീതി ഉരുളിയോ മറ്റോ ഉണ്ടായോ എന്ന് പഞ്ചകൈലാസം ക്ലിനിക്കിലെ ഡോക്ടർ ചോദിച്ചപ്പോ ഇല്ലാന്നല്ലേ നീ പറഞ്ഞത്? അതെ. അതാ നിന്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. ഇപ്പോഴത്തെ CCTV ഫുട്ടേജ് നോക്കുമ്പോ കയ്യെത്തുന്ന ദൂരത്താ നിങ്ങളെ രണ്ടാളും ഓടിക്കൊണ്ടിരുന്നത്. പാറക്കെട്ടിൽ തലയിടിച്ച് വീണതിന് ശേഷം പ്രീതി ഉരുണ്ടിട്ടില്ലെങ്കിൽ അവളുടെ തലച്ചോറിൽ പലയിടത്തായി ഇത്രയും ക്ഷതങ്ങൾ എങ്ങനെ ഉണ്ടായി? നീ ഡോക്ടർ പറഞ്ഞ ആ വാക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരുന്നോണ്ടാ നീ ഇപ്പോഴും പുറത്തിറങ്ങി ഇങ്ങനെ വലസുന്നത്. നാർക്കോ അനാലിസിസിൽ നീ ഈ കാര്യം പറഞ്ഞു എന്നിരിക്കട്ടെ, പിന്നെ ആ വഴിക്കുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങും പോലീസ്. വേറൊന്നും വേണ്ട, പ്രീതിയുടെ തലയുടെ സ്കാനിംഗ് റിപ്പോർട്ട് മാത്രം കോടതിയിൽ പ്രസന്റ് ചെയ്താൽ മതി, നീ പെട്ടു. അതാ നാർക്കോ അനാലിസിസിന്റെ ഒരു കുഴപ്പം. പോരെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിഷാദ് അല്ലെന്ന് ഓർമ്മ വേണം, ശ്രീരഞ്ജനിയാ. തലമുടി ധാരിഴ കീറി സത്യം പുറത്തു കൊണ്ടുവരാൻ മിടിക്കുക അവര്. ചിറ്റപ്പ, രക്ഷപ്പെടാൻ വഴി നോക്കിയാ ഞാൻ കാണാൻ വന്നത്. ഇതിപ്പോ ചിറ്റപ്പ കൂടെ എന്നെ പേടിപ്പിക്കുകയാണോ? നീ സമാധാനിക്കു വെച്ചേ, ചിറ്റവനല്ലേ കൂടെ. നമുക്കൊരു വഴി കണ്ടെത്താം. നീ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളിയ പയ്യന്റെ പേരെന്താ? രോഹിത്. രോഹിത്. അവൻ തിരിച്ചു വന്ന് മൊഴി കൊടുക്കാതിരുന്ന മാത്രം മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് ചത്തവര് തിരിച്ചു വരുവോ? അവന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ അതും ഭാവിയിൽ പ്രതീക്ഷിക്കാം. ചത്തവൻ ചിലപ്പോ തിരിച്ചു വരും കൊച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.